ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ അധ്യായത്തിലെ 16 മുതലുള്ള ശ്ലോകങ്ങളുടെ അർത്ഥങ്ങളും സാരമും പറയാം. ശ്ലോകം 16. സുരാസുരാണാമുദതീം മഗ്നതാമന്തരാജലം ദദ്രേ കാമരൂപേണ പൃഷ്ടയേകാദശേ വിഭോ. സുരാസുരാണാം മുദതീം മന്ദതാം മന്ദരാജലം ദദ്രേ കമടരൂപേണ പൃഷ്ടയേകാദശേ വിഭോ. സുരാസുരാണാം ഉദതീം മന്ദരാമന്ദരാജലം ദദ്രേ കമടരൂപേണ പൃഷ്ടയേകാദശേ വിഭോ. ഉദതീം സമുദ്രത്തെ മന്ദത മഥനം ചെയ്യുന്ന സുരാസുരാണാം ദേവന്മാരുടെയും അസുരന്മാരുടെയും മന്ദരാജലം മന്ദരപർവ്വതത്തെ ഏകാദശേ 11-ാമത്തേതിൽ വിഭുഹു ഭഗവാൻ കമടരൂപേണ ആമയായിട്ട് പൃഷ്ടേ പൃഷ്ഠത്തിൽ ദദ്രേ ധരിച്ചു. ദേവന്മാരും അസുരന്മാരും കൂടെ സമുദ്രമഥനം ചെയ്തപ്പോൾ കടകോലാക്കി കൽപ്പിച്ചിരുന്ന മന്ദരപർവ്വതം സമുദ്രത്തിൽ താണുപോയി. തൽക്ഷണം ഭഗവാൻ 11-ാമതായിട്ട് ആമയായി അവതരിച്ച് പൃഷ്ഠഭാഗത്തിൽ ആ മന്ദരപർവ്വതത്തെ ധരിച്ച് നിലയ്ക്കു നിർത്തി. ശ്ലോകം 17. ധാന്വന്തരം ദ്വാദശമം ത്രയോദശമമേവ ച അപായായൽ സുരാന്യാൻ മോഹിന്യാമോഹയൻ പ്രിയാഃ. ധാന്വന്തരം ദ്വാദശമം ത്രയോദശമേവ ച അപായായൽ സുരാന്യാൻ മോഹിന്യാമോഹയൻ പ്രിയാ. ദ്വാദശമം 12-ാമത്തേത്. ധാന്വന്തരം ധന്വന്തരിയെ സംബന്ധിച്ചത്. മോഹിന്യാശ്രിയ മോഹിനിയെ എന്ന പേരായ ശ്രീരൂപത്താൽ അന്യാൻ അന്യരെ ദേവന്മാരല്ലാത്തവരെ അസുരന്മാരെ മോഹയൻ മോഹിപ്പിക്കുന്നവനായിട്ട് സുരാൻ ദേവന്മാരെ അപായയത് അമൃതം പാനം ചെയ്യിച്ചു. ത്രയോദശം ഏവ ച 13-ാമത്തേതുമാകുന്നു. 12-ാമതായിട്ട് ധന്വന്തരിയായി അവതരിച്ചിട്ട് സമുദ്രത്തിൻ്റെ അർദ്ധഭാഗത്ത് നിന്ന് അമൃതപാത്രത്തോടുകൂടി മുകളിലേക്ക് വന്ന് ആ അമൃതത്തെ അസുരന്മാർ കൊണ്ടുപോയതിനാൽ മോഹിനി രൂപം ധരിച്ച ഭഗവാൻ ആ ശ്രീരൂപത്തെ കൊണ്ട് അസുരന്മാരെ മോഹിപ്പിച്ച് അമൃതം അവരിൽ നിന്ന് വീണ്ടെടുത്ത് സുരന്മാരെ പാനം ചെയ്യിപ്പിച്ചു. 13-ാമത്തെ അവതാരം മോഹിനി രൂപമായിട്ടാണെന്ന് സിദ്ധിച്ചു. ശ്ലോകം 18. ചതുർദശം നാരസിംഹം ബിഭ്രദൈത്യേന്ദ്രമൂർജിതം ദദാര കരജേ വക്ഷ ചേരകാം കടകൃദ്യത. ചതുർദശം നാരസിംഹം ബിഭ്രദൈത്യേന്ദ്രമൂർജിതം ദദാര കരജേർവക്ഷ ചേരകാം കടകൃദ്യത. ചതുർദശം 14-ാമത്. നാരസിംഹം നരസിംഹരൂപത്തെ ബിഭ്രത് ഭരിച്ചിട്ട് ഊർജിതം മഹാബലവാനായ ദൈത്യേന്ദ്രം ഹിരണ്യകശിപുവിനെ വക്ഷസി മാറിടത്തിൽ കരജൈ നഖങ്ങൾ കൊണ്ട് കടക് പായയുണ്ടാക്കുന്നവൻ ഏരകാം യഥാ ഏരകം എന്ന പുല്ലിനെ പോലെ ദദാര കീറി. 14-ാമത്തെ അവതാരം നരസിംഹം അതിശക്തിമാനും അസുരാധിപതിയുമായ ഹിരണ്യകശിപുവിനെ കൈനഖങ്ങൾ കൊണ്ട് പുൽപ്പായ ഉണ്ടാക്കുന്നവൻ ചേങ്ങോൽ എന്ന പുല്ലിനെ പൊളിക്കുന്നതുപോലെ മാറിടത്തെ പൊളിച്ച് വേർപെടുത്തി. ശ്ലോകം 19. പഞ്ചദശം വാമനകം ഹൃത്വാഗാതദുരംബലേ പദത്രയം യാജമാനഃ പ്രത്യാദിൽ സുസ്ത്രിവിഷ്ടവം. പഞ്ചദശം വാമനകം കൃത്വാഗാതദുരംബലേ പദത്രയം യാജമാനഃ പ്രത്യാദിൽ സുശ്രിവിഷ്ടവം. പഞ്ചദശം 15-ാമത്. വാമനകം വാമനരൂപത്തെ കൃത്വ എടുത്തിട്ട് ത്രിവിഷ്ടവം 3 ലോകത്തെ പ്രത്യാദിൽസു മടക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട് പദത്രയം 3 അടി യാജമാനഃ യാചിക്കുന്നവനായിട്ട് ബലേ ബലിയുടെ അധ്വരം യാഗശാലയെ അഗാത് പ്രാപിച്ചു.
15-ാമത് ഭഗവാൻ വാമനരൂപത്തെ എടുത്തു. മഹാബലി അടക്കിയിരിക്കുന്ന 3 ലോകത്തെ 3 അടിയായിട്ട് അവനിൽ നിന്ന് മടക്കി വാങ്ങി. ഇന്ദ്രന് കൊടുപ്പാനായിട്ട് മഹാബലിയുടെ യാഗശാലയിൽ 3 അടി മണ്ണ് യാചിപ്പാനായിട്ട് വന്നു. ശ്ലോകം 20. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃവാൻ ത്രിസപ്തകൃത്തുകകുവിദോ നിക്ഷത്രാം മകരോന്മഹീം. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃവാൻ ത്രിസപ്തകൃതേ കുവിദോ നിക്ഷത്രാം മകരോന്മഹീം. ഷോഡശമേ 16-ാമത്തെ. അവതാരേ അവതാരത്തിൽ നൃപാൻ രാജാക്കന്മാരെ ബ്രഹ്മദ്രുഹ ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നവനായിട്ട് പശ്യൻ കാണുന്നവനായിട്ട് കുപിതഃ കോപിച്ചവനായിട്ട് ത്രിസപ്തകൃതഃ 21 പ്രാവശ്യം മഹീം ഭൂമിയെ നിക്ഷത്ര ക്ഷത്രിയന്മാരോട് കൂടാത്തതായിട്ട് അകരോധ് ചെയ്തു. 16-ാമത്തേത് പരശുരാമ അവതാരം. രാജാക്കന്മാർ ബ്രാഹ്മണ ദേഷികളായിരുന്നതിനെ അറിഞ്ഞിട്ട് 21 പ്രാവശ്യം അവരെ മൂലച്ഛേദം ചെയ്തു. ഭൂമിയിൽ ദുഷ്ട ക്ഷത്രിയന്മാരില്ലാതെയാക്കി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.